കാറിൽ ലഹരി കടത്തുകയായിരുന്ന യുവാവിനെ ആലുവയിൽ പിടികൂടി. റൂറൽ എസ്.പിയുടെ സ്പെഷ്യൽ ടീം ഡാൻസ് ഓഫാണ് യുവാവിനെ പിടികൂടിയത്. 350 ഗ്രാം MDMA, 1/2 കിലോ കഞ്ചാവ്, 2 LSD സ്റ്റാമ്പ് എന്നിവ കണ്ടെടുത്തു. ഉമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത്? മറ്റു വിവരങ്ങൾ എങ്ങനെ? രാവിലെ 8 മണിയോടെയായിരുന്നു ഈ സംഭവം. ദേശീയപാതയിൽ, അതായത് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ദേശീയപാതയിൽ കരിയാട് സിഗ്നൽ ജംഗ്ഷന് സമീപം വെച്ചായിരുന്നു ഈ മയക്കുമരുന്ന് പിടികൂടിയത്. കാറിൽ ഒരു യുവാവ് കാറിൽ ഈ മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുമ്പോഴാണ് സംശയം തോന്നിയ പോലീസ്, രഹസ്യവിവരം ലഭിച്ച പോലീസ് ഈ കാറ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. ഈ പരിശോധനയിൽ 350 ഗ്രാം MDMA ഈ കാറിൽ നിന്ന് കണ്ടെടുത്തു. ഒപ്പം 1/2 കിലോ കഞ്ചാവ്, ഇത് കൂടാതെ 2 LSD സ്റ്റാമ്പ് എന്നിങ്ങനെ മയക്കുമരുന്നുകളാണ് കണ്ടെടുത്തത്. ഇയാൾ കുട്ടമശ്ശേരി സ്വദേശിയാണ് എന്നുള്ളത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പേരുവിവരങ്ങൾ കാര്യങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. എവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് ഇയാൾ കൊണ്ടുവന്നത്, എവിടേക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടത്. ഏതായാലും വലിയ അളവിൽ MDMA-യും കഞ്ചാവും LSD സ്റ്റാമ്പും ഒക്കെ ഇയാൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇയാൾ കടത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഇയാളെ ഏതായാലും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.